ഹലോ മക്കളെ, ജനറ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 3 ടേംസാണ് DNA, ജീൻ, ക്രോമസോം. ഈ ജീനിനുള്ളിലാണോ ക്രോമസോം കാണുന്നത്, ക്രോമസോമിനുള്ളിലാണോ ജീൻ കാണുന്നത്, ഈ DNA എവിടെയാണ് കാണുന്നത് എന്നൊക്കെ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഇനി ഈ ചിത്രത്തിൽ നിന്ന് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളതാണ് ഒരു സെൽ എന്ന് പറയുന്നത്. ആ സെല്ലിൻ്റെ സെൻട്രൽ പോർഷനാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോം കാണുന്നത്. ഓക്കെ, ന്യൂക്ലിയസിനുള്ളിലാണ് ക്രോമസോം കാണുന്നത്. ഈ ക്രോമസോമിന് ഒരു നൂലിൻ്റെ ഉണ്ടയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് അഴിച്ചെടുക്കുന്ന നൂലാണ് DNA എന്ന് പറയുന്നത്. ഈ DNA ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സിനെ ഇവിടെ ഒരു ലൈറ്റ് പിങ്ക് നിറത്തിൽ കാണിച്ചിട്ടില്ലേ, അതിനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജീൻ കാണുന്നത് DNAയിലാണ്. ഓക്കെ, DNA കണ്ടൻസ് ചെയ്തിട്ടാണ് ക്രോമസോം ഫോം ചെയ്യുന്നത്. ഈ ക്രോമസോം കാണുന്നത് സെല്ലിലെ ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്